ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നമ്മുടെ നെറൂട്ടോ സീരീസിലെ ഇറ്റാച്ചി ഉച്ചിഹ വേഴ്സസ് മിനാട്ടോ നാമിക്കാസെ എന്നൊരു ഫൈറ്റ് നടന്നാൽ ആര് ജയിക്കുമെന്നാണ് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. നറൂട്ടോ സീരീസിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും അത്രയധികം ഹേറ്റേഴ്സ് ഇല്ലാത്ത രണ്ട് ക്യാരക്ടേഴ്സ് ആണ് നമ്മുടെ മിനാട്ടോയും ഇറ്റാച്ചിയും. ഇനി നമുക്ക് ഇവരുടെ ബാറ്റിലേക്ക് പോകാം. ഇവിടെ ആദ്യം തന്നെ ഇറ്റാച്ചിയുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. സുക്കിയോമി, അമത്തറസു, സുസനോ, ടോട്സുക ബ്ലേഡ്, യാട്ട മിറർ, ഫയർബോൾ ജുട്സു തുടങ്ങിയവയൊക്കെ നമ്മുടെ ഇറ്റാച്ചിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി മിനാട്ടോയുടെ അഡ്വാൻറ്റേജസ് ഒക്കെ എടുത്തു നോക്കിയാലോ. ഫ്ലൈയിങ് റേജൻ, ഇൻസ്റ്റന്റ് റിയാക്ഷൻ സ്പീഡ്, റസിംഗ് ഗൺ, ടെലിപ്പോർട്ടേഷൻ സീൽ, റീപ്പർ ഡസ്റ്റ് സീൽ, ടോഡ് സമണിംഗ്, സെൻസറി എബിലിറ്റി, സേജ് മോഡ് എന്നിവയൊക്കെ നമ്മുടെ മിനാട്ടോയ്ക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇവരുടെ ബാറ്റിൽ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഷിപ്പുഡനിൽ കാണിച്ച ഇറ്റാച്ചി ഇല്ലേ, ആ ഒരു ഡിസീസ് ബാധിച്ച് വീക്ക് ആയിട്ടുള്ള ഇറ്റാച്ചി, ആ ഇറ്റാച്ചിയെ നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. ഫുൾ ഹെൽത്തി ആയിട്ടുള്ള ഇറ്റാച്ചിയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മിനാട്ടോയെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ സേജ് മോഡിൽ മാറാൻ കഴിയുന്ന മിനാട്ടോയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഫസ്റ്റ് ഇറ്റാച്ചിയുടെ ഡെമോണിക് ഇല്യൂഷൻ, ഇത് നമ്മൾ ഒറോച്ചിമാരുടെ മുകളിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇറ്റാച്ചി ഈ ഒരു ജുട്സു മിനാട്ടോയുടെ മുകളിൽ യൂസ് ചെയ്യുമ്പോൾ മിനാട്ടോക്ക് അതിൽ നിന്നും ഈസി ആയിട്ട് രക്ഷപ്പെടാൻ സാധിക്കും. അതും സേജ് മോഡിൽ മാറണമെന്ന് പോലും ഇല്ല. അതുപോലെ തന്നെ ഇറ്റാച്ചിക്ക് മിനാട്ടോയുടെ ആ ഒരു ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഇറ്റാച്ചി ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാനുള്ള ചാൻസും വളരെയധികം കുറവാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇറ്റാച്ചി എന്തായാലും ഇവിടെ മിനാട്ടോയുടെ മേൽ ആ ഒരു സുക്കിയോമി യൂസ് ചെയ്യും. ആ ഒരു സുക്കിയോമിൽ നമ്മുടെ മിനാട്ടോ വീഴണമെങ്കിൽ നമ്മുടെ മിനാട്ടോ ആണെങ്കിൽ ഇറ്റാച്ചിയുടെ ആ ഒരു മങ്കിക്ക് ഷെറിഗൻ കാണണം. എന്നാൽ ഹാഷിറാമ, ജിറായ, നറൂട്ടോ, മിനാട്ടോ ഇവർക്കൊക്കെ സേജ് മോഡ് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സേജ് മോഡിന് മുന്നിൽ ഇറ്റാച്ചിയുടെ ഗെഞ്ചിറ്റ്സു ഒന്നും വർക്കാകാൻ പോകുന്നില്ല. അതായത് ഇവിടെ മിനാട്ടോക്ക് വേണമെങ്കിൽ കണ്ണടച്ചുകൊണ്ട് ഇറ്റാച്ചിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ ഇറ്റാച്ചി യൂസ് ചെയ്യുന്ന ഫയർബോൾ ജുട്സ് പോലുള്ള മറ്റു ജുട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് വെച്ച് നോർമൽ അറ്റാക്ക് ചെയ്യാനും ഡോഡ്ജ് ചെയ്യാനൊക്കെ സാധിക്കും. എന്നാൽ ഇത് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മിനാട്ടോയെ ഡിഫീറ്റ് ചെയ്യാനും ഇറ്റാച്ചിക്ക് സാധിക്കില്ല. ഇനി നമുക്കിവിടെ മിനാട്ടോയെ നോക്കാം. മിനാട്ടോയെ നോക്കിക്കഴിഞ്ഞാൽ മിനാട്ടോക്ക് ആ ഒരു സമണിങ് ജിറ്റ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു സമണിങ് ജിറ്റ്സ് വെച്ച് നമ്മുടെ മിനാട്ടോ ടോഡിനെ സമൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റാച്ചി ഇവിടെ എന്തായാലും സുസാനോ യൂസ് ചെയ്യും. എന്നാൽ ഇവിടെ മിനാട്ടോ ആണെങ്കിൽ നറൂട്ടോയെ പോലെ തന്നെ ആ ഒരു സേജ് മോഡിൽ 3 ടോഡിനെ സമൺ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുക. ഈ സമയത്ത് എന്തായാലും ഇറ്റാച്ചിക്ക് കുറച്ച് ടഫ് കൊടുക്കും. നിങ്ങൾ ഒരു പക്ഷേ ഇറ്റാച്ചിക്ക് സുസാനോയിലേക്ക് മാറേണ്ട ആവശ്യമുണ്ടോ, ആ ഒരു അമത്തറസു ഇല്ലേ എന്ന് കരുതുന്നുണ്ടെങ്കിൽ അമത്തറസു 2ൽ കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്താൽ ഇറ്റാച്ചി പതിയെ ബ്ലൈൻഡ് ആയി പോകും. ഇനി നമ്മുടെ ഇറ്റാച്ചിയുടെ കയ്യിലുള്ള ഈ ഒരു സുസാനോയുടെ പവർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ടോട്സുക ബ്ലേഡ് ഉണ്ട്. സുസാനോയിൽ തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ ആണ് ഇത്. ആ ഒരു ടോട്സുക ബ്ലേഡ് വെച്ച് എന്ത് ടച്ച് ചെയ്താലും അത് അബ്സോർബ് ചെയ്ത് സീൽ ചെയ്ത് വെക്കും. അതായത് നമ്മുടെ ഇറ്റാച്ചി വേഴ്സസ് സാസ്കെ എന്ന ഫൈറ്റിൽ ഇവിടെ ആ ഒരു സാസ്കയുടെ ബോഡിയിൽ നിന്നും ഒറോച്ചിമാർ വരുന്ന സമയത്ത് ഇത് വെച്ച് സീൽ ചെയ്തതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മിനാട്ടോ 3 ടോഡിനെ സമൺ ചെയ്തു. ഇപ്പോൾ ഇവരുടെ ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മിനാട്ടോ 3 ടോഡിനെ സമൺ ചെയ്ത് നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ അതിൽ 2 ടോഡിനെ അമത്തറസ് വെച്ച് ഇല്ലാതാക്കി ഒരു ടോഡിനെ തന്റെ സുസനോ വെച്ച് സീൽ ചെയ്യുകയും ചെയ്തു എന്ന് വിചാരിക്കുക. ഈ സമയം മിനാട്ടോയുടെയും ഇറ്റാച്ചിയുടെയും ആ ഒരു ചാക്ര നോക്കിക്കഴിഞ്ഞാൽ മുഴുവനായും ഡ്രെയിൻ ആയിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ മിനാട്ടോയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനാട്ടോയുടെ ആ ഒരു സേജ് മോഡ് വെച്ച് പിന്നെയും ചാക്ര റീസ്റ്റോർ ചെയ്യാൻ കഴിയും. ഇനി അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇനിയിപ്പോൾ ഇറ്റാച്ചിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലേ. എന്നാൽ ഇറ്റാച്ചിക്ക് ഇത് മാത്രമല്ല ഇസനാഗി അല്ലെങ്കിൽ ഇസനാമി എന്നൊരു ടെക്നിക്ക് ഇറ്റാച്ചിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എക്സാമ്പിൾ ഇറ്റാച്ചി ഗെഞ്ചിറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണന്റിന്റെ ബ്രെയിനിന്റെ ചാക്ര ഇറ്റാച്ചിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഇറ്റാച്ചി എന്താണോ വിചാരിക്കുന്നത് അതൊരു ഇമാജിനേഷനിലൂടെ ഓപ്പണന്റിന് കാണാൻ സാധിക്കും, അതിൽ പെട്ടുപോവുകയും ചെയ്യും. എന്നാൽ ഇസനാക്കി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് റിയാലിറ്റി മാറ്റാൻ കഴിയും. അതായത് നമ്മുടെ സാസ്കെ വേഴ്സസ് ഡാൻസോ എന്ന ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഡാൻസോ ഇവിടെ ഒരുപാട് തവണ മരിക്കുകയും നമ്മുടെ സാസ്കെ ആണെങ്കിൽ ഡാൻസോയെ ഇവിടെ കൊല്ലുകയും പിന്നെയും ഡാൻസോ തിരിച്ചു വരുന്ന രീതിയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ഒരു റിയാലിറ്റിയിൽ നമ്മുടെ ഡാൻസോ മരിക്കുന്ന സമയത്ത് മറ്റൊരു റിയാലിറ്റിയിൽ ഇവിടെ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്റെ ആ ഒരു കണ്ണ് ബ്ലൈൻഡ് ആയി പോകും. എന്നാൽ ഈ ഒരു ടെക്നിക്ക് ബാലൻസ് ചെയ്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇസനാമി. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് നമ്മുടെ മിനാട്ടോക്കാണെങ്കിൽ ആ ഒരു ഫ്ലൈയിങ് റേജിൻ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഇവിടെ മിനാട്ടോയെ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റിനേക്കാൾ സ്പീഡിൽ മൂവ് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ ബാറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റാച്ചിക്ക് ഇപ്പോഴും സുസാനോ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മിനാട്ടോ വെറുതെ ചാക്ര കളയാൻ നിൽക്കാതെ അതിൽ നിന്നുമൊക്കെ ഡോഡ്ജ് ചെയ്യും. പിന്നീട് ഇറ്റാച്ചിയുടെ സുസനോ അവസാനിച്ചതിന് ശേഷം മിനാട്ടോ ആ ഒരു ഫ്ലൈയിങ് റേജിൻ വെച്ച് ഒരു റസിംഗനും എടുത്ത് ഇറ്റാച്ചിയെ ഒരൊറ്റ അടിക്ക് തീർക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇറ്റാച്ചി ആണെങ്കിൽ ഇവിടെ തോറ്റു കൊടുക്കില്ല എന്ന് പറഞ്ഞ് തന്റെ ഒരു കണ്ണ് പോയാലും കുഴപ്പമില്ല എന്ന് കരുതി ഇസനാഗി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റാച്ചി പിന്നെയും വരും. എന്നാൽ ഇറ്റാച്ചി വരുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ ഇറ്റാച്ചിയുടെ മേൽ രണ്ടാമത്തെ റസിംഗനും വീഴും. അപ്പോൾ ഇത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ മിനാട്ടോ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റാച്ചിയുടെ ബോഡിയിൽ ആ ഒരു ഫ്ലൈയിങ് റേജിൻ മാർക്ക് ഇറ്റാച്ചിയുടെ ബോഡിയിൽ
മുന്നിൽ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും വിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിനാട്ടോ ആണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇറ്റാച്ചിക്ക് ഡയറക്റ്റ് ആ ഒരു അമത്തറസു മിനാട്ടോയുടെ മേൽ യൂസ് ചെയ്തൂടെ എന്ന്. എന്നാൽ ഇവിടെ ലൈറ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന മിനാട്ടോയുടെ മേൽ ഇറ്റാച്ചി എങ്ങനെ അമത്തറസ് യൂസ് ചെയ്യാനാ? എവിടെയെങ്കിലും കുറച്ച് സമയം ഒന്ന് നിന്ന് കിട്ടണ്ടേ? അതുപോലെ തന്നെ വെറുതെ ഇവിടെ ഇറ്റാച്ചി ഇങ്ങനെ അമത്തറസ് യൂസ് ചെയ്ത് തന്റെ ചാക്ര കളയുകയും ഇല്ല. പിന്നീട് വരുന്ന അടുത്ത സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റാച്ചിക്ക് ആ ഒരു സുസാനോ വെച്ച് മിനാട്ടോയെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്തുകൂടെ? കാരണം സുസാനോയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടോട്സുക്ക ബ്ലേഡ് ഒക്കെ ഉണ്ട്. എന്നാൽ ഈ സമയം മിനാട്ടോ ഇത് നല്ലതുപോലെ മനസ്സിലാക്കി വെറുതെ ഇറ്റാച്ചിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കില്ല. ഇറ്റാച്ചിയുടെ ആ ഒരു ചാക്ര ഡ്രെയിൻ ആകുന്നവരെ കാത്തു നിൽക്കുകയും ആ ഒരു സുസാനോ വെച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഡോഡ്ജ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇറ്റാച്ചി മറ്റ് ക്യാരക്ടേഴ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ജീനിയസ് ആയിട്ടാണ് കാണിച്ചു തന്നത്. എന്നിട്ടും നമ്മുടെ ഇറ്റാച്ചി മിനാട്ടോയുടെ മുന്നിൽ തോറ്റു പോയി എന്ന് കരുതുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇറ്റാച്ചിയേക്കാൾ ജീനിയസ് ആണ് നമ്മുടെ മിനാട്ടോ. ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഇറ്റാച്ചി ഫാൻസിന് അത്രയധികം ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ ഇവിടെ മിനാട്ടോ ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ മറക്കാതെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.